വേണ്ടി നോമനുഷ്ഠിച്ചവരാണ്. വിചാരങ്ങൾ ഒഴിവാക്കി, റീൽസ് കാണൽ ഒഴിവാക്കി, സിനിമ കാണൽ ഒഴിവാക്കി, സീരിയൽ കാണലൊക്കെ ഒഴിവാക്കി, മൊബൈൽ ഒരു ഭാഗത്തേക്ക് ഞാൻ മാറ്റി വെച്ചു. എന്റെ വായ നിറയെ തസ്ബീഹാണ്, എന്റെ വായ നിറയെ ദിക്റാണ്, എന്റെ വായ നിറയെ ഖുർആൻ പാരായണമാണ്. നന്മയില്ലാത്തൊന്നും ഞാൻ പറയുന്നില്ല റബ്ബേ. ഇങ്ങനെ വിശപ്പ് സഹിച്ച് ദാഹം സഹിച്ച് വിചാരങ്ങളും ഒതുക്കി റബ്ബേ നോമ്പ് തുറക്കാൻ ഞാൻ ഇരിക്കുകയാണ്. നിന്റെ ഭക്ഷണത്തിന്റെ മുമ്പിലാണ്. അല്ലാഹ് ഈ പാപമോചനത്തിന്റെ പത്തിരി അല്ലെങ്കിൽ റഹ്മത്ത് വിട പറയുന്ന ഈ സമയത്ത് എനിക്ക് റഹ്മത്ത് താ അല്ലാഹ്. വിശന്ന് വരഞ്ഞ കുഞ്ഞുങ്ങള് ഉമ്മയോട് പാല് ചോദിച്ച് കരയുമ്പോ ഉമ്മ പാല് കൊടുക്കാതിരിക്കുമോ? ഭക്ഷണം ചോദിച്ച് കരയുന്ന ആളുകൾ കരഞ്ഞ് ചോദിക്കുമ്പോ ഭക്ഷണം കൊടുക്കാതിരിക്കുമോ? പ്രതിസന്ധി പ്രയാസമുള്ള ആളുകൾ വേവലാതി പറയുമ്പോ കൊടുക്കാതിരിക്കുമോ? എല്ലാം റബ്ബിന് വേണ്ടി സമർപ്പിച്ച് എല്ലാം മാറ്റി വെച്ച് അപ്പാകുന്ന ഉടമസ്ഥനായ അല്ലാഹുവിലേക്ക് നോമ്പ് തുറയുടെ വിഭവങ്ങളെ മുന്നിൽ വെച്ച് കൈമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ സഖീലത്താനി അലൽ മീസാൻ ഹബീബത്താനി ഇലർ റഹ്മാൻ. നാവ് കൊണ്ട് പറയാൻ വളരെ എളുപ്പമാണ്. അതേ മീസാൻ എന്ന് പറയുന്ന തുലാസിൽ വലിയ ഭാരമുള്ളതാണ്. ഹബീബത്താനി ഇലർ റഹ്മാൻ. റഹ്മാനായ റബ്ബിന് വലിയ ഇഷ്ടമുള്ള വചനങ്ങളാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഉസ്താദിന്റെ മജ്‌ലിസ് നടക്കുന്നില്ലേ? പള്ളിയിൽ നോമ്പ് തുറക്ക് വരുന്ന ഒരു ചെല്ലുന്നില്ലേ? ഉമ്മമാരെ, വീട്ടുകാർക്ക് വേണ്ടി നിങ്ങൾ നോമ്പ് തുറ ഒരുക്കുമ്പോ അടുക്കളയിൽ നിന്ന് നാരങ്ങ വെള്ളം ഉണ്ടാക്കുമ്പോ അതേ വിഭവങ്ങൾ തയ്യാറ് ചെയ്യുമ്പോ അറിയാതെ നാവിൽ നിന്ന് ഉയരണം സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന തസ്ബീഹ്. എന്നിട്ട് നോമ്പ് തുറക്ക് മുമ്പായിട്ട് കൽബറങ്ങുന്ന ദുആ ചെയ്തോ. അതടുക്കളയിൽ നിന്നാണെങ്കിലോ ബെഡ്റൂമിൽ നിന്നാണെങ്കിലോ ഏത് സ്ഥലത്ത് നിന്നാണെങ്കിലും ഉറക്കമില്ലാത്ത റബ്ബ് കാണുകയാണ്, ഉറക്കമില്ലാത്ത റബ്ബ് കേൾക്കുകയാണ്. അതേ ആ റബ്ബിന്റെ റഹ്മത്താണ് വേണ്ടത്, ആ റബ്ബിന്റെ മഗ്ഫിറത്താണ് വേണ്ടത്, ആ റബ്ബ് തയ്യാറ് ചെയ്ത സ്വർഗമാണ് നമുക്ക് വേണ്ടത്. ഇതൊന്നും ചെയ്യാതെ പരിശുദ്ധ റമദാൻ കഴിഞ്ഞു പോയാൽ മുത്തുനബി മദീനത്തെ പള്ളിയിൽ ഖുതുബയാൻ വേണ്ടി മിൻബറിലേക്ക് കയറുന്നു. ആമീൻ 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 എന്ന് 3 പ്രാവശ്യം ജുമഅക്ക് ഖുതുബക്ക് വേണ്ടി കയറുന്ന മുത്തുനബി ഇതാ ആമീൻ പറയുന്നു. സഹാബത്ത് അത്ഭുതപ്പെടുകയാണ്. എന്തേ ഇതുവരെ മിമ്പറിൽ കയറുമ്പോൾ ഒരു ഖതീബ്, ഒരു ഉസ്താദ്, ഒരാളും ആമീൻ പറയാറില്ലല്ലോ. എന്തേ മുത്തുനബി ആമീൻ പറഞ്ഞത്? 3 ആമീൻ പറയുന്നു. ഓ ഉമ്മമാരെ, ശ്രദ്ധിച്ച് കേൾക്കണേ. 3 ആമീൻ പറഞ്ഞത് എന്തിനാണ്? നബി തങ്ങൾ ഖുതുബ കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോ സഹാബികൾ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, തങ്ങൾ പറയണം നബിയേ, എന്തിനാണ് ആമീൻ പറഞ്ഞതാ?
ഞങ്ങൾക്ക് കേടായി വല്ല ദുആവും ചെയ്തതാണോ? ആശ്ചര്യത്തോടെ അത്ഭുതത്തോടെ മുത്തുനബിയോട് ചോദിക്കുകയാണ്. ആ സമയത്ത് മുത്തുനബി പറഞ്ഞു, ജിബ്രീൽ എന്ന മാലാഖ എന്റെ അടുക്കൽ വന്നു. അല്ലാഹു പറഞ്ഞ 3 ദുആ, ആ ദുആ തങ്ങൾ ചെയ്യണം നബിയേ. അതേ ലോകത്ത് സ്വാദിഖുൽ മുസ്തഫായ, തെറ്റുകൾ ചിന്തിക്കാത്ത, തെറ്റുകൾ പറയാത്ത, എല്ലാവരുടെയും മാതൃകാ പുരുഷനായ മുത്തുനബി ദുആ ചേർത്ത് ഉള്ള മഹാവിത്തമല്ലേ. അവിടുത്തെ ദുആ അല്ലാഹു തട്ടുകയില്ലല്ലോ, അവിടുത്തെ ദുആ അല്ലാഹു സ്വീകരിക്കുമല്ലോ. ആ മുത്തുനബി ദുആ ചെയ്തു, അതേ ജിബ്രീൽ ദുആ ചെയ്തു, മുത്തുനബി ആമീൻ പറഞ്ഞു. സ്വീകരിക്കാതിരിക്കില്ല ഉമ്മമാരെ. എന്താണ് ദുആ എന്നറിയുമോ? ഒന്നാമത് മുത്തുനബി പറയുകയാണ്, സഹാബത്തിനെ വിശദീകരിക്കുകയാണ്. മന്നദറക സദറ റമളാൻ, ഒരാളിലേക്ക് പരിശുദ്ധ റമളാൻ എത്തിക്കഴിഞ്ഞാൽ ഫലം യുഗ്ഫർ ലഹു, അവന് പാപമോചനം തേടിയില്ല, അവന് തൗബ ചെയ്തില്ല, അവൻ അല്ലാഹുവിനോട് പൊറുക്കൽ തേടാതെ, ആ റമളാനിൽ പൊറുപ്പിക്കാതെ അവന്റെ തെറ്റുകളുടെ കൂമ്പാരവും പേറി അവൻ നടന്നു നീങ്ങിയല്ലോ. അവൻ കവലകളിൽ പോയിരുന്നവരാണ്, കൂട്ടുകെട്ടിൽ തറാവി ഒഴിവാക്കിയവനാണ്, അതേ കൂട്ടുകെട്ടിൽ നോമ്പൊഴിവാക്കിയവനാണ്, തെറ്റുകൾ ചെയ്ത് ജീവിച്ചവനാണ്, പാപങ്ങൾ പേറിയവനാണ്. ഫലം യുഗ്ഫർ ലഹു, അവൻ പാപമോചനം തേടിയില്ല. ഫമാത്ത, അങ്ങനെ അവൻ ഇവിടുന്ന് വിട പറഞ്ഞാൽ, അവൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ജിബ്രീൽ ദുആ ചെയ്യുകയാണ്, അവൻ നരകത്തിൽ പ്രവേശിക്കട്ടെ നബിയേ. അവനെ അല്ലാഹു സ്വർഗ്ഗത്തെ തൊട്ട് വിദൂരത്താക്കട്ടെ. ആമീൻ എന്ന് മുത്തുനബി ഞങ്ങൾ പറഞ്ഞു. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. കണ്ടില്ലേ? അപ്പൊ നമ്മൾ പൊറുക്കൽ ചോദിക്കണം, എപ്പോഴും പൊറുക്കൽ ചോദിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ ആമീൻ 2 ഒരെണ്ണോട് എല്ലാ ഉസ്താദുമാരും വഴങ്ങു പറയും, ബാക്കി 2 പറയാറില്ല. പ്രിയപ്പെട്ടവരെ, 2ാമത്തെ ആമീൻ പറഞ്ഞത് ശ്രദ്ധിക്കണേ ഉമ്മമാരെ. നമ്മുടെ വീടിന്റെ കിടാവളക്കുകളായ ഒരു വീട്ടിൽ ഒരു പിതാവോ മാതാവോ പ്രായം ചെന്നവരുണ്ടോ? ആ വീട് നിങ്ങൾക്ക് ബറക്കത്താണ്. ആ ബറക്കത്താക്കപ്പെട്ട ആളുകൾ വീട്ടിലുണ്ട്. ഇന്നലെ എന്റെ ഭാര്യയെ കാണാനപ്പുറത്തെ വീട്ടിൽ ഒരു ഉമ്മ വന്നു. ആ വീട്ടിലെ സഹോദരി, പ്രായം ചെന്ന സഹോദരിയാണ്. അവരുടെ ഉമ്മ വന്നപ്പോ അയൽവാസിയായ എന്റെ വീട്ടിലേക്ക് വന്ന് എന്റെ ഭാര്യയുമായി കുശലാന്വേഷണം പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, വലിയ സന്തോഷം അവര് പ്രകടിപ്പിച്ചോ. ഇങ്ങനെ ഉമ്മമാരുള്ളപ്പോ എന്റെ വീട്ടിലെ ഉമ്മാക്കും വലിയ സന്തോഷമായി. ഇങ്ങനെ ഉമ്മമാര് വലിയ സന്തോഷമാണ്. അവരുടെ സംസാരം എന്തൊരു ആനന്ദമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല മുഴുവൻ ഉമ്മമാർക്കും ദീർഘായുസ്സ് നൽകട്ടെ. വിട പറഞ്ഞ ഉപ്പമാരും ഉമ്മമാർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. ഓ സഹോദരിമാരെ, ആ ഉമ്മമാര് ഉണ്ടായിട്ട് ഉപ്പ ഉണ്ടായിട്ട് ഫലം അബറഹുമാ, അവർക്ക് ഒരാള് ഗുണം ചെയ്തില്ല. വാപ്പാക്ക് ഗുണം ചെയ്തില്ല, ഉമ്മാക്ക് ഗുണം ചെയ്തില്ല, അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുത്തില്ല. ഫമാത്താ,
ഉപ്പയും ഉമ്മയും ഉള്ള കാലത്ത് അവർക്ക് വേണ്ടതൊന്നും ചെയ്തില്ല, അവർക്ക് ഭക്ഷണം കൊടുത്തില്ല, അവരെ നോക്കേണ്ട പോലെ നോക്കിയില്ല, അവർക്ക് മരുന്ന് വാങ്ങി കൊടുത്തില്ല. അവരെ മുഖത്തേക്കൊന്ന് നോക്കിയാൽ ഹജ്ജിന്റെ പ്രതിഫലം ലഭിക്കുന്ന ഏറ്റവും വലിയ മഹത്തമായ അമലി അതുപോലും ചെയ്തില്ല. വീടെടുത്താണ് തിരിഞ്ഞു നോക്കുന്നില്ല. ഇങ്ങനെ എത്ര മക്കളാണ്. അവരല്ലേ നിങ്ങളുണ്ടാകാൻ കാരണം, ഞാനുണ്ടാകാൻ കാരണം. ആ കാരണക്കാരായ അവരെ മാറ്റി നിർത്തിയപ്പോ എനിക്ക് സമ്പത്ത് വന്നതോ, എനിക്ക് അധികാരം വന്നതോ, എനിക്ക് എല്ലാം വന്നതോ അവരിലൂടെ അല്ലേ. അവരെ മുഖമൊന്ന് ചൊരുങ്ങിയപ്പോ, അവരുടെ ശരീരമെന്ന് ശോഷിച്ചപ്പോ, അവരുടെ സംസാരമെന്ന് കൊഞ്ഞപ്പോ വന്നപ്പോ അവര് നിങ്ങൾക്ക് വേണ്ടാത്തവരായി. അല്ലാഹുവേ, ഞങ്ങളെ ഉമ്മമാർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകണമേ. വല്ല കുരുത്തക്കേടുകളും അവരിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടിപ്പിക്കാൻ തൗഫീഖ് നൽകണമേ. പൊരുത്തപ്പെടിക്കുന്നതിന് മുമ്പ് വിടവന്നു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് നന്മകൾ ചെയ്ത് നാളെ അപ്പുറമാകുന്ന ലോകത്ത് ദുനിയാവിലും പ്രയാസമില്ലാതെ അവരെ പൊരുത്തത്തിന് വേണ്ടി അല്ലാഹുവേ നന്മ ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. മുത്തുനബി പറയാൻ അങ്ങനെ സ്വർഗം ലഭിക്കാതെ അതേ ഒരാൾക്ക് മാതാപിതാക്കൾ ഉണ്ടായിട്ട് അവർക്ക് അതാ ഗുണം ചെയ്യാതെ അവര് മുഖേന സ്വർഗം ലഭിക്കാത്ത ആളുകൾക്ക് അവൻ നരകത്തിൽ കടക്കട്ടെ. അല്ലാഹു അവനെ സ്വർഗത്തെ തൊട്ട് വിദൂരത്താക്കട്ടെ. അവർക്ക് സ്വർഗമില്ല. കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ലോകം മാതാപിതാക്കളെ മാറ്റി നിർത്തപ്പെടുന്ന ലോകമാണ്. അതുകൊണ്ട് നമ്മളെ മാതാപിതാക്കളെ നോക്കിയാൽ നമ്മൾ നോക്കാൻ വാർദ്ധക്യ സഹജമാകുമ്പോ അവരുണ്ടാകും. എത്ര വീടുകളിലെ ഓരോ സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും മജ്‌ലിസുകളിലൂടെയും എല്ലാവരെയും പരാതികൾ കേട്ടുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. എന്തെങ്കിലും പിണക്കുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ തീർക്കണോ, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അവരെ നമ്മൾ ശുശ്രൂഷിക്കാതെ, അവരെ നമ്മൾ പരിഗണിക്കാതെ സ്വർഗം നമുക്ക് ലഭിക്കൂല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മറ്റൊരു ആമീൻ പറഞ്ഞത് ചുരുക്കുകയാണ് ഞാൻ. മറ്റൊരു ആമീൻ പറഞ്ഞത് മുത്തുനബിയാണ്, നമ്മുടെ നേതാവ്. ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പേര് ഒരാള് കേട്ടിട്ട് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഒരാൾ പറയാതിരുന്നാൽ, നബിയുടെ പേര് കേട്ടിട്ട് ഒരാൾ പേര് പറയാതിരുന്നാൽ, സ്വലാത്ത് ചൊല്ലാതിരുന്നാൽ, നബിയുടെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാതിരുന്നാൽ, അല്ലാഹു അവനെ നരകത്തിൽ പ്രവേശിപ്പിക്കട്ടെ. സ്വർഗത്തെ തൊട്ട് വിദൂരത്താക്കട്ടെ. ജിബ്രീൽ എന്ന മാലാഖ ദുആ ചെയ്തു കൊടുക്കുമ്പോ നിബിതങ്ങൾ ആമീൻ 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 എന്ന് പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മൂന്ന് വിഭാഗത്തെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിച്ച് അല്ലാഹു പറഞ്ഞ രൂപത്തിൽ നമുക്ക് പ്രവർത്തിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ.